നല്ല ഭാഗം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ പോയ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. മുസ്ലിം സംഘടന നടത്തുന്ന ഒരു ഓൾഡ് ഏജ് ഹോമാണ്. അവിടെ ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു മനുഷ്യനെ കാണാനായിട്ട് ഞാൻ പോയതാണ്. അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ വന്ന് പറഞ്ഞു, ഒന്ന് അച്ഛന്ന് വരുമോ ചോദിച്ചു. അങ്ങനെ ആ വ്യക്തിയെ കാണാൻ പോയി. ഞാൻ അത് കഴിഞ്ഞിട്ട് പുറത്ത് കിടന്നപ്പോൾ ഇങ്ങനെ സഹോദരന്മാർ പലരും ഉണ്ട് അവിടെ. അവര് ഒരു 5 പേര് അവിടെ വലിയ ഹോളിൽ ഇരിക്കണ്ടായിരുന്നു. ഞാൻ അവരിങ്ങനെ നിരന്നിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവരുടെ പേര് ചോദിച്ചു, സുഖാണോ? ജസ്റ്റ് 1-2 സംഭാഷണങ്ങളൊക്കെ നടത്തി. അവര് അങ്ങനെ 1-2 പേര് കഴിഞ്ഞപ്പോഴേക്കും ആ ഹോളിൽ പലയിടത്തിരുന്നവരൊക്കെ വന്ന് അവിടെ ഇരിക്കുന്നു. ഞാൻ വിചാരിച്ച എന്താ, ഞാൻ അങ്ങനെ എല്ലാവരും വിളിച്ചിരുത്തിയിട്ടില്ല, ഞാൻ പെട്ടെന്ന് പോകാനായിട്ട് വന്നതാണ്. പക്ഷേ അവർ ഓരോരുത്തരായിട്ട് വന്ന് അവര് പേരുകൾ പറയണ്, ഞങ്ങൾ ഇവിടെ നിന്നാണെന്ന് പറയുന്നു. 5 പേര് കഴിഞ്ഞ് 10 പേര് കഴിഞ്ഞ് 10-12 പേരോളം അങ്ങനെ വന്ന് പിന്നെ അവിടെ വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഒന്ന് പേര് ചോദിക്കാൻ, എവിടെ നിന്നാണെന്നൊന്ന് പറയാൻ, പിന്നെ മറ്റ് ചെറിയ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഈ 215 പേരോളം ഉള്ളവർ മുഴുവനും ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ തെരുവുകളിൽ നിന്നൊക്കെ കിട്ടിയ മക്കളായിരിക്കും, പ്രായമുള്ളവരും ഒക്കെയാണ് അവിടെ ഉള്ളത്. പക്ഷേ അവരുടെ ആ ഒരു മനസ്സ് കണ്ടപ്പോൾ, അതായത് മറ്റുള്ളവരോടൊന്ന് പറയണം, അവരൊക്കെ ഒരു സ്പർശനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരെ ഒന്ന് ശ്രവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യർ അവിടെയൊക്കെ. പ്രിയപ്പെട്ടവരെ, ഞാനിതാ പറയുന്നു, ഇന്നും മനുഷ്യര് ഒന്ന് കേൾക്കാനായിട്ട്, ഒന്ന് കാണാനായിട്ട് അല്ലെങ്കിൽ കാണപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അത് എന്നെ ആ സത്യം പഠിപ്പിച്ചു. കാരണം ഞാൻ അത്ര പ്രാധാന്യമുള്ളതായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നുള്ളൂ. പക്ഷേ ഞാൻ ചോദിച്ച് 1-2 പേരായപ്പോഴേക്കും പിന്നെ ആളുകൾ വന്ന് ഇരിക്കാൻ തുടങ്ങി. ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തില്ല, ഞാൻ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ഈ സമൂഹത്തിലും ആളുകൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് പ്രായമാര്, ആരുമില്ലാത്തവരെ കേൾക്കാൻ. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ പിന്നെ അത് കഴിഞ്ഞ് 10-12 ആയപ്പോഴേക്കും പോയി കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ അകലെ നിന്ന് ഗേറ്റിന്റെ വരെ വന്നിട്ട് പറയാ, അച്ഛാ ഞാനും ഇവിടെ നിന്നാണ്, ഞാൻ മറ്റൊരു പേരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ്, സുഖാണോ അച്ഛാ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് വരികയുണ്ട്. ഞാൻ ഗേറ്റാണ് ഇറങ്ങാൻ പോകുമ്പോഴേക്കും ഒന്ന് പറയാൻ, വേറെ ഒന്നും അദ്ദേഹത്തിന് പറയാനില്ല, ആ പേര് പറയാൻ, അതൊന്ന് കേൾക്കാൻ. ഞാൻ വീണ്ടും അവിടെ വരുമെന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷെ എന്നാലും അവരുടെ ഇത് തന്നെ ഒരു പാഠം പഠിപ്പിച്ചു. ആളുകൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ നമുക്കൊരു ചെവി ഉണ്ടാകട്ടെ, കേൾക്കാനായിട്ട്, കാണാനായിട്ടൊരു കണ്ണുണ്ടാകട്ടെ, ശ്രവിക്കാനും അവരെ മനസ്സിലാക്കാനുള്ളൊരു നല്ലൊരു മനസ്സുണ്ടാകട്ടെ. അത് ഇന്ന് കുറഞ്ഞു വരിക. വീട്ടിൽ ആരെ കേൾക്കുന്നത്? മാതാപിതാക്കന്മാർ മക്കളെ കേൾക്കാൻ സമയമുണ്ടോ? മക്കൾക്ക് മാതാപിതാക്കന്മാരെ ശ്രവിക്കാൻ സമയമുണ്ടോ? അല്ലെങ്കിൽ പ്രായമായവരെ കേൾക്കാൻ വല്ലവരുമുണ്ടോ? അയൽപ്പക്കക്കാരെ കേൾക്കാൻ ആളുകൾ ഇന്നുണ്ടോ? പരസ്പരം ഇന്ന് ഈ ഒരു കാര്യം കുറവായിട്ട് തീർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കേൾക്കാനുള്ള ഒരു മനസ്സ് എപ്പോഴും കാത്തു സൂക്ഷിക്കുക. അത് വലിയൊരു ആശ്വാസമാണ്. കാണാനൊരു കണ്ണ് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ, മനസ്സിലാക്കാനുള്ള ഒരു മനസ്സും. അതാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. അതിനുവേണ്ടി അത് കേൾക്കാനും മനസ്സിലാക്കാനും, മനസ്സിലാക്കപ്പെടാനും, കാണപ്പെടാനും അല്ലെങ്കിൽ കേൾക്കപ്പെടാനും ഒക്കെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് വളർത്തിയെടുക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.